ക്രിസ്തുമത വിശ്വാസികൾ പുണ്യഭൂമിയായി കാണുന്ന ബത്ലഹേം ആഘോഷങ്ങളില്ലാത്ത മറ്റൊരു ക്രിസ്മസ് സീസണെ വരവേൽക്കുകയാണ്. ഗാസയിൽ ഇപ്പോഴും യുദ്ധം തുടരുന്ന ഒരു ഘട്ടത്തിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടുന്ന ബത്ലഹേമിലെ പ്രാർത്ഥനകൾ സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. പള്ളിയുടെ മുന്നിൽ സാധാരണ കാണുന്ന വലിയ ക്രിസ്മസ് ട്രീ ഇത്തവണയുമില്ല. വർണ്ണാഭമായ തോരണങ്ങളോ കരോൾ ബാൻഡ് മേളങ്ങളോ ഇല്ലാത്ത മറ്റൊരു ക്രിസ്തുമസ് കാലം. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജെറുസലേമിനെ തൊട്ടുകിടക്കുന്ന ബത്ലഹേമിന് കഴിഞ്ഞ വർഷം ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. വെറും 50 കിലോമീറ്റർ അകലെയുള്ള ഗാസ മുനമ്പിൽ കണ്ണീരുണങ്ങാത്തിടത്തോളം കാലം അങ്ങനെയൊരു ആഘോഷം വേണ്ട എന്നാണ് പുണ്യഭൂമിയിലെ സഭാ അധികാരികളുടെ തീരുമാനം. ഡിസംബർ 1 മുതൽ ഡിസംബർ 24 ക്രിസ്തുമസ് ഈവ് വരെ നീളുന്ന ക്രിസ്തുവിന്റെ ആഗമന ചടങ്ങുകൾ മതപരമായ ആചാരമനുസരിച്ച് അർദ്ധരാത്രി നടന്നു. കുർബാനയ്ക്ക് അധ്യക്ഷത വഹിച്ച ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കാൻ ലോക ജനതയോട് ആഹ്വാനം ചെയ്തു. സമാധാനം എല്ലാവർക്കും ക്ഷേമമുണ്ടാക്കുന്നത് പോലെ യുദ്ധം എല്ലാവരെയും ദുരിതത്തിലാഴ്ത്തുന്നുവെന്നായിരുന്നു ആ വാക്കുകൾ. പ്രതിവർഷം 10,000-കണക്കിന് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ ക്രിസ്മസ് സീസണിൽ വരവേറ്റിരുന്ന ബത്ലഹേം സമ്പദ് വ്യവസ്ഥയുടെ 70% ടൂറിസമായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്നുണ്ടായ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്കിൽ 70-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ആയിരക്കണക്കിന് പേർ തൊഴിൽ രഹിതരായി. സംഘർഷ ഭീഷണി നിലനിൽക്കുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ പലായനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന 1947 ബത്ലഹേമിലെ ജനസംഖ്യയുടെ 85% ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു. എന്നാൽ 2017 കണക്കെടുപ്പിൽ അത് 10% എന്നാണ് രേഖകൾ. 1967 യുദ്ധാനന്തരം ഇസ്രായേൽ കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്ക് ഇന്ന് മന്ത്രിമാരടക്കം ഉയർന്ന ഇസ്രായേൽ അധികാരികളുടെ വാസസ്ഥലമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.